സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പാണ് സമീപ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നത്. 1925 മുതൽ ഇങ്ങോട്ടുള്ള കണക്കൊന്ന് പരിശോധിച്ചാൽ വെറും 13 രൂപയിൽ തുടങ്ങി ഇന്നിപ്പോഴിതാ 70,000 കടന്ന് കുതിക്കുകയാണ് സ്വർണ്ണ വിപണി. ഓരോ വർഷം കഴിയുമ്പോഴും വില കൂടുന്നു എന്ന ഒരു ട്രെൻഡ് മാറി ഇപ്പോൾ ഓരോ ദിവസവും വില ഉയരുകയാണ്. വർഷങ്ങളിൽ വില ഉയർന്നതിന്റെ ഒരു കണക്ക് നമുക്കൊന്ന് ചുരുക്കി പരിശോധിച്ചാൽ 1925-ൽ 13 രൂപയായിരുന്നു സ്വർണ്ണവിലയെങ്കിൽ 1970-ൽ എത്തിയപ്പോഴേക്കും സ്വർണ്ണവില 3 അക്കത്തിലേക്ക് എത്തി. 75 ആയപ്പോൾ 396 രൂപയായിരുന്നു സ്വർണ്ണവില. 1990കളുടെ തുടക്കത്തോടെ തന്നെ സ്വർണ്ണവില 2000 കടന്നു. അത് 2010 ആയപ്പോൾ 5 അക്കത്തിലേക്ക് എത്തി, 12,280 രൂപ. അങ്ങനെ 10,000 കടന്ന് വെറും 14 വർഷങ്ങൾക്കിപ്പുറം ഇതാ സ്വർണ്ണവില സർവകാല റെക്കോർഡിട്ട് 72,120 രൂപയിൽ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ട് ഈ കുതിപ്പ് തുടരുന്നു എന്ന് പരിശോധിച്ചാൽ രാജ്യാന്തര ആഭ്യന്തര സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ തന്നെയാണ് ഈ കുതിപ്പിന് കാരണം. ഒരു പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന വിശേഷണം പണ്ട് മുതലേ സ്വർണത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. ഇത് വില കുത്തനെ ഉയരാൻ കാരണമാകുന്നു. യുദ്ധ സാഹചര്യങ്ങൾ സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് പണമൊഴുകാൻ വലിയ വഴിയൊരുക്കും. ആഗോള വിപണി ഇന്ത്യയിലെ സ്വർണ്ണവില നിർണ്ണയത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആഗോളതലത്തിലെ ഡിമാൻഡും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. അതുകൂടാതെ കേന്ദ്ര നയങ്ങളും രാജ്യത്തെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇറക്കുമതി തീരുവ, നികുതി അല്ലെങ്കിൽ സ്വർണ്ണ ഇറക്കുമതി നിയന്ത്രണങ്ങൾ എന്നിവയിലെ മാറ്റങ്ങളൊക്കെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണവും രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് മാറ്റമില്ലാതെ തുടരുക തന്നെ ചെയ്യും. ഒരുപക്ഷെ 80,000 കടന്നേക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.